ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അടങ്ങി ഒതുങ്ങി അന്തസ്സായിട്ട് ജീവിക്കണം മനുഷ്യൻ എന്ന് നാട്ടുപുറങ്ങളിൽ ഒരു ചൊല്ലുണ്ട്. അങ്ങനെയാണോ വേണ്ടത്? ഉള്ളതൊക്കെ കൊണ്ട് ധാരാളമായി അത്യാഗ്രഹമൊന്നുമില്ലാതെ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ അടങ്ങി ഒതുങ്ങി ഉള്ളതൊക്കെ കപ്പയൊക്കെ വെച്ച് നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് നാട്ടുപുറങ്ങളിൽ കഴിയണമെന്നാണ് പറയുന്നത്. അതൊരു ചൊല്ലായിരുന്നു ഒരു കാലത്ത് നാട്ടുപുറങ്ങളിൽ. അങ്ങനെ ജീവിച്ച മനുഷ്യർ വെട്ടത്തിന് വേണ്ടി രാത്രിയിൽ ഇങ്ങോട്ട് ഇരുമ്പോൾ ഒരു ചൂട്ടുകാഴ്ച കത്തിച്ച് പോകുമായിരുന്നു, വീശി. പിന്നെ വേറൊന്ന്, ഇച്ചിരി ധനശേഷിയുള്ള ആൾക്കാർ ഒരു ചെറിയ ചിമ്മിനി വിളക്ക്, ഒരു ഗ്ലാസ് കൊണ്ടുള്ളൊരു കവറും അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചൊരു തിരിയൊക്കെ ഇട്ട് കത്തിച്ച് അതിനൊരു തൂക്കനൊക്കെ ഉണ്ട്, അത് തൂക്കി പിടിച്ചു പോകുമായിരുന്നു. അതിൽ ഇങ്ങോട്ട് ഇരുന്ന് പോണി അത് പോകുമായിരുന്നു. അപ്പോഴാണ് ബ്രിട്ടനിൽ നിന്ന് ഈ ടോർച്ച് ഇവിടെ ഇറക്കുമതി ചെയ്തത്. അവിടെ വിൽക്കുന്നതിൻ്റെ 10 വിലയ്ക്ക് ഇവിടെ വിറ്റു. ഓടിപ്പിടിപ്പിനും കഴിയുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ളവനും പോയി വാങ്ങിച്ചു ഓരോന്ന്. അത്ഭുതമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള പൈസ അങ്ങോട്ട് ഒഴുകി തുടങ്ങി വിദേശത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ നല്ല വാസന സോപ്പ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അതുവരെ ഇതിപ്പം എളുപ്പമാണ്, കുളിമുറി കയറിയൊന്ന് തൂത്തെടുക്കുക, നല്ല മണമുണ്ട്, നല്ലപോലെ വൃത്തിയാകുകയും ചെയ്യും, വേർപ്പൊക്കെ പോകും, ചെളിയും പോകും. ഇത് കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു ഇവിടുത്തുകാർക്ക്. അതിനു മുൻപൂടെ ദേഹത്ത് തേക്കാൻ പയർ പൊളിയും പിന്നെ ഈ താളി എന്ന് പറയുന്നൊരു സസ്യമുണ്ട്, അതിൽ ഇടിച്ചു പിഴിഞ്ഞ് ചാറുമൊക്കെ ഉഴുന്നുപൊടി ഇതൊക്കെയാണ് ഉപയോഗിച്ച് ആക്കൾ കുളിച്ചിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത്ഭുതമായി. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ആൾക്കാരെല്ലാവരും വാങ്ങിച്ചു. അത്ഭുതം. പൈസ അങ്ങോട്ട് ഒഴുക ഓരോന്ന് പോയി തുടങ്ങി. ഇങ്ങനെ ഈ സോനഗ്രാഹി യന്ത്രം അവിടെ നിന്ന് ഇറക്കുന്നത് ചെയ്തു, ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇറക്കുന്നത് ചെയ്തു. ഈ പ്ലേറ്റ് വെച്ച് കേൾക്കുന്നത് ചാവി തിരിച്ച് മുറുക്കി അതും വാങ്ങിച്ചു. വാങ്ങാവുന്നവരെല്ലാം വാങ്ങിച്ചു. എല്ലാം 10, 20, 25 മടങ്ങ് വിലയ്ക്കാവാൻ ഇവിടെ വിറ്റുകൊണ്ടിരുന്നത്, അവിടെ വിൽക്കുന്നതിനേക്കാൾ ബ്രിട്ടനിൽ. പൈസ ഒന്നും പരമാവധി യൂസ് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഉള്ളവർ എല്ലാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇവിടെ കഴിഞ്ഞു. ഒന്നിനും ഒരു അന്വേഷണവുമില്ല. അങ്ങനെ ഇരിക്കുവാണ് അവർ റേഡിയോ കണ്ടുപിടിച്ചത്. അതും ഇവിടെ ഇറക്കുമതി ചെയ്തു തുടങ്ങി. എല്ലാവരും വാങ്ങാവുന്നവരെല്ലാം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ടെലിവിഷൻ കണ്ടുപിടിച്ചു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടെങ്കിൽ ഇത് എന്തെങ്കിലും സാധിക്കുമോ? ഇവിടുത്തുകാർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു. അത് വലിയൊരു ഇത് ഉണ്ടാക്കുമ്പോൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു. അങ്ങനെ വിദേശത്തേക്ക് ഇവിടുത്തെ കാശ് പരമാവധി ഒഴുകിക്കൊണ്ടിരുന്നു. ഇവിടെ പട്ടിണിയാണ് ഒന്നാമത്, സ്വാതന്ത്ര്യമില്ലാതെ ഒത്തിരി കാലം കഴിഞ്ഞതുകൊണ്ട്. എന്നിട്ടും അവർ ഊശിയെടുത്തു. മനഃപൂർവ്വമല്ല, അവർക്ക് അതിനുള്ള തന്ത്രം അറിയായിരുന്നു. അവരാരും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അവർ അന്വേഷണ കുതികളായിരുന്നു. ഇവിടെ അന്വേഷിക്കാൻ പാടില്ലെന്നല്ലേ പഠിപ്പിക്കുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന്. അങ്ങനെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു. പണം ഇവിടെ ഉള്ളത് മുഴുവൻ ഊശി എടുത്തുകൊണ്ടിരുന്നു അവരെല്ലാം. പുതിയ സാധനങ്ങൾ, സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാം പുതിയത് ഇറങ്ങി. എല്ലാ സാധനങ്ങളും പുതിയത്. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഇറക്കുമതി കഴിഞ്ഞ് കളർ ടി വിയൊക്കെ ആകുമ്പോഴേക്ക് അവർ വിട്ടൊഴിഞ്ഞു പോയി. അതിനു മുമ്പ് തന്നെ അവരെ ഏക്കാവുന്ന എല്ലാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. ഇന്ത്യക്കാരൻ്റെ പൈസ മുഴുവനും അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. പട്ടിണി പാവങ്ങളായി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്നുള്ള ആപ്തവാക്യമൊക്കെ കേട്ട് സന്തോഷിച്ചു വിട്ടിരുന്നു. സത്യത്തിൽ ഇതൊരു വലിയ തെറ്റാണ്. ഇതേ തെറ്റ് ഇന്നും തുടരുന്നു. ഇവിടുത്തെ ജനത്തിൻ്റെ ഒരു കഴിവുകളാണത്. ഇതെങ്ങനെ വന്ന് ഈ പോരാഴിക? ലോകം മുഴുവൻ ഭൗതിക വസ്തുക്കളുടെ പുറകെ പോകുന്നു. ഇന്ത്യക്കാരന് മാത്രം ഈ ഭൗതിക വസ്തുക്കളൊന്നും വേണ്ടെന്ന് വെച്ച് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ആത്മീയത മതിയോ? ആത്മീയതയും കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ആത്മീയതയും കൊണ്ട് ജീവിച്ചായിരുന്നു ഇവിടുത്തെ ഈ രാസവളം ഉണ്ടാകുമോ? പട്ടിണി മാറുകയില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇവിടെ, പട്ടിണി. അതൊക്കെ മാറി രാസവളം കണ്ടുപിടിച്ചേ. പിന്നെ രാസവളം ഇവിടെ തന്നെ സ്വാതന്ത്ര്യം കെട്ടിക്കഴിഞ്ഞ് നിർമ്മിച്ചു തുടങ്ങി. അതിന് ശേഷമാണ് ഇവിടുത്തെ പട്ടിണി മാറിയത്. അതിന് ശേഷമാണ് വിളവ് വർദ്ധിപ്പിച്ചത്. മറ്റേ വിളവില്ല, ചാണകമൊന്നും ഇട്ടാൽ. ഉള്ളതുകൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടല്ലേ. എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. പുതിയ രംഗങ്ങളിലേക്ക് അന്വേഷിച്ചില്ല ഒരു വളർച്ച ഒരു മനുഷ്യനും ഉണ്ടാകുകയില്ല. ഒരു മാരുതി വാങ്ങിച്ചാൽ അതുകൊണ്ട് തൃപ്തിപ്പെടല്ലോ ഒരിക്കലും. അത് അടുത്ത് ബെൻസ് വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്ത വരണം. അപ്പോഴേ ആ രീതിയിൽ ചിന്തിക്കണം. അത് അനാവശ്യമല്ല, വളർച്ചയുടെ ലക്ഷണമാണ്. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ഇവിടുത്തെ ഈ പഴയ ആപ്തവാക്യങ്ങൾ ഇതുപോലെ ചിലതൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. അതൊക്കെ എടുത്ത് പറഞ്ഞ നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഈ കാര്യം ഒന്ന് ഓർക്കുക, ഒരിക്കൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടല്ലേ. പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കണം. ഭൗതിക വസ്തുക്കൾ ആണ് മനുഷ്യനെ പ്രഥമ ദൃഷ്ട്യാ മനുഷ്യനെ ആകർഷിക്കുന്ന, അതാണ് ആത്മീയതയല്ല. ആത്മീയതയുടെ പുറകെ പോകുന്നവനും അത് തൃപ്തിപ്പെടാതെ വരും. അത് അവിടെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റുകയില്ല. 1,00,000 ഒരാളോ കൊല്ലും ചിലപ്പോൾ അത് സാധിച്ചേക്കും. ബാക്കി എല്ലാവർക്കും ഭൗതിക വസ്തുക്കളാണ് വേണ്ടത്, ഭൗതിക നേട്ടങ്ങളാണ് വേണ്ടത്. ഭൗതിക നേട്ടങ്ങൾ ആദ്യം ശരിയായി കഴിഞ്ഞാൽ ചിലർ ആത്മീയതയിലേക്ക് തിരിയാറുണ്ട്. അത് കുഴപ്പമില്ല. ഈ മനുഷ്യൻ, സാധാരണ മനുഷ്യനെല്ലാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾക്ക് വേണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യല്ലേ, എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. പുതിയ പുതിയ മേഖലകളിലേക്ക് ഉയരാൻ ശ്രമിക്കണം. അല്ലാതെ ഒരു തത്വവും ഒരു തത്വശാസ്ത്രവും, അതുകൊണ്ടാണ് ഈ മതഗ്രന്ഥങ്ങളെല്ലാം ശരിയല്ലെന്ന് ഞാൻ പറയുന്നത്. കാരണം അതിനകത്തെ കുറേ അംശങ്ങൾ കൊള്ളാം എന്നുള്ളതല്ലാതെ അതിനകത്ത് മൂല്യങ്ങൾ ഒത്തിരി ഉണ്ട്, അതേ എടുക്കാവുള്ളൂ. അത് ഈ കാലത്തിനനുസരിച്ച് യോജിപ്പിച്ചെടുക്കണം, അല്ലാതെ ഒന്നും സ്വീകരിക്കരുത്. അത് തെറ്റാണ്, വളർച്ച തടസ്സപ്പെടും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ആര് വന്നാലും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണമെന്നൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് 1000 കൊല്ലം കീഴ്പ്പെട്ട് ജീവിച്ചത്. ചെയ്യേണ്ട പോലെ ചെയ്യണം. ഇപ്പോൾ 10 കൊല്ലം മുമ്പാണ് ഇവിടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ പോലെ ഇവിടെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന ഒരാളിവിടെ വന്ന് ഭരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ യുദ്ധോപകരണങ്ങളെല്ലാം കയറ്റുമതി ചെയ്തു തുടങ്ങി, നല്ല അളവിൽ, ചെറിയ അളവിലല്ല. അതായത് നേരത്തെ ഉള്ളതിൻ്റെ 100 മടങ്ങാണ്, 100 അല്ല 250 മടങ്ങാണ് ഇപ്പം കയറ്റുമതി ചെയ്യുന്നത് സാധനങ്ങൾ ഈ 10 കൊല്ലം കൊണ്ട്. ഈ 65 കൊല്ലം എവിടെ പോയി? ഈ കഴിവൊന്നും ഇവിടെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനത മോശമല്ല, ബുദ്ധിമാന്മാരാ, കഴിവുള്ളവരാ. നിയന്ത്രിക്കാൻ ഭരണകർത്താക്കളെ നിയന്ത്രിക്കാൻ കഴിയണം. മനുഷ്യൻ എപ്രകാരമാണ് നിയന്ത്രിക്കേണ്ടത്, വഴിക്കാണ് തിരിച്ചു വിടേണ്ടത്, വളർത്തിയെടുക്കേണ്ടതെന്നുള്ളത് അറിയാൻ പാടില്ലാതെ പോയതാണ് കുഴപ്പം. ഇപ്പം സാധിക്കുന്നത് ഈ 10 കൊല്ലം കൊണ്ട്. നേരത്തെ ഇവിടെ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധോപകരണങ്ങൾ, അതിൻ്റെ 250 മടങ്ങ് 250 മടങ്ങാണ് ഇപ്പം കയറ്റുമതി ചെയ്യുന്നത്. ഇവിടെ തന്നെ ചിപ്പ് IC എന്ന് പറയുന്ന സാധനം ഈ കമ്പ്യൂട്ടറിലും റേഡിയോയിലും ടി വിയിലും ഒക്കെ എല്ലാത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതിവിടെ തന്നെ നിർമ്മിച്ചു തുടങ്ങി. ഈ അടുത്ത കാലത്താണ്, കൂടിയ ഒരു 6 മാസമായുള്ളൂ ഇവിടെ നിർമ്മിച്ചു തുടങ്ങിയിട്ട്. അത് കയറ്റുമതി ചെയ്ത് തുടങ്ങും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും. ഇതുപോലെ 100 കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് വിട്ടിരുന്നാൽ മതിയായിരുന്നോ? കുഴപ്പമൊന്നുമില്ലാതെ പറ്റുകയില്ലായിരുന്നു. പാകിസ്ഥാൻ കയറി ബോംബിടാനും ശല്യം ചെയ്തപ്പം അവിടെ പോയി പഹൽഗാമിൽ 30 പേരെ കൊന്നപ്പോൾ അത് നോക്കിയിരുന്നാൽ മതിയായിരുന്നോ? അതിന് പറ്റിയ ഉപകരണം ഇവിടെ വേണമായിരുന്നു. അത് കൈകാര്യം ചെയ്തു. ഒരു ശല്യമില്ല. ഇപ്പം പറച്ചിൽ മാത്രമേ ഉള്ളൂ, വാഗൊണ്ട് യുദ്ധമുള്ള മാത്രമേ ഉള്ളൂ അവർക്കിപ്പം. ഉള്ളതുകൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടല്ലേ. അവനവന് വേണ്ടതെല്ലാം വേണം. ആ രീതിയിൽ ഏത് കാര്യത്തിലും വേണം. ഒരു കുടുംബത്തിലായാലും ഒരു വ്യക്തിക്കായാലും നിശ്ചയമായിട്ടും ഇത് വേണം. ഇല്ലാതെ ഒരു നിലനിൽപ്പുണ്ടാവുകയില്ല. അല്ലാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് വിട്ടിരുന്നു ഒരു കഴിവും വികസിക്കാതെ വന്നു. ഒന്നിനും മുന്നോട്ട് പോകാനുള്ളൊരു തൻ്റെ ഇടം തന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ജീവിച്ച് വരികയല്ലായിരുന്നു. ആരെയും ആക്രമിച്ചു നമ്മൾ? ഒന്നും പോയി ആരെയും ആക്രമിച്ചില്ല. 10 പൈസയുടെ സാധനം ആരുടെയും നമ്മൾ കവർന്നില്ല. പക്ഷേ അവർക്ക് പുറത്തങ്ങനെയല്ലായിരുന്നു. അവരിങ്ങോട്ട് വന്നു, ഇവിടെ ആക്രമിച്ചു, ഇവിടെ സൂക്ഷിച്ച് വെച്ചിരുന്ന മുഴുവൻ അതുപോലെ കൊണ്ടുപോയി. എന്തു ചെയ്യും? അവരിങ്ങോട്ട് വന്ന് ആക്രമിച്ചപ്പോൾ പോലും അതിനെ ചേർത്ത് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അവരിങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് കയറി ആക്രമിച്ചെങ്കിൽ ആ പ്രശ്നം വരികയില്ലായിരുന്നു. മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇതേപോലെ പ്രശ്നം വന്നിട്ടില്ല. ഇന്ത്യക്കാരന് മാത്രമല്ല അത് പറ്റിയത്. അവൻ്റെ പ്രയോജനമില്ലാത്ത ആത്മീയതയാ കാര്യം. എല്ലാം കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ആത്മീയതയിലേക്ക് പോകാവുള്ളൂ. മണ്ടത്തരമല്ലെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണ്. മണ്ടൻ കളിക്കരുത് ഇനിയുള്ള കാലമെങ്കിലും. നമ്മുടെ ഭൗതിക സമ്പത്തുകളും ഭൗതികമായ പ്രൊട്ടക്ഷനും ഉറപ്പ് വരുത്താതെ ഒരാത്മീയതയും വേണ്ട. അതോടൊപ്പം പൊക്കോട്ടെ, അതിപ്പം ക്ഷേത്രമോ ആരാധനയോ മതഗ്രന്ഥങ്ങളോ ഒക്കെ ആവട്ടെ. അതിൻ്റെയൊക്കെ നമുക്ക് ഈ പുതിയ പുതിയ മേഖലകളിലും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. പുറത്തുനിന്നൊരു ഒരു അറ്റാക്ക് വന്നാൽ അതിനെ തിരിച്ചടിക്കാനുള്ള കപ്പാസിറ്റി വേണം. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടൊന്ന് മാറ്റത്തിൽ നമ്മൾ പഠിക്കണം നമ്മളെക്കുറിച്ച് തന്നെ. അതിന് മുമ്പ് 65 കൊല്ലത്തെ ആയിട്ടുള്ള വ്യത്യാസം ഒന്ന് അറിയണം എന്തോ ആണെന്ന്. ഓക്കെ.